ആസാദ് ഗോൾഡ് ഇശൽ പെയ്ത്ത് പവർഡ് ബൈ എക്സ്പ്രസ് മാൾ. കേൾക്കാൻ കൊതിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കി തിരൂരിന് പുതുവത്സരം സമ്മാനിക്കുകയാണ് കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ. സ്വാഗതം ആശംസിക്കുന്നതിനായി KMKയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അയ്യൂബ് ആദിക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന കലാസഹോദരൻ, കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്ററിൻ്റെ ഇശൽ പെയ്ത്ത് എന്ന് പറയുന്ന ഒരു സംഗീത വിരുന്നാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. കേരള മാപ്പിള കലാ അക്കാദമി കഴിഞ്ഞ 21 വർഷമായി കേരളത്തിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിൽ വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിൽ ചാപ്റ്റർ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാവുകയും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 3 വർഷം മുമ്പ് തിരൂരിൻ്റെ പുതിയ ചാപ്റ്ററിന് രൂപം നൽകി പ്രവർത്തിച്ചു വരികയാണ്. സംഘടനയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള AK മുസ്തഫ സാഹിബ് പറയുന്നുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഈ ചാപ്റ്റർ രൂപീകരിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ തിരൂർക്കാർക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ ഔഷധ അനുഭവിക്കുന്ന കലാകാരന്മാരെ കണ്ടെത്തി അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുക, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വന്നു. 2 വർഷം കോവിഡിൽ മുങ്ങിയത് കൊണ്ട് ആ 2 വർഷം കാര്യമായിട്ട് പ്രവർത്തനമൊന്നും ഞങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇത് 1 വർഷം മുമ്പേ തീരുമാനിച്ച ഒരു മെഗാ പ്രോഗ്രാം വന്ന് ഇന്ന് അത് പൂവണിയാണ്. ദൈവത്തെ സ്മരിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മോട് പറഞ്ഞിരുന്ന വ്യക്തി ഇവിടെ അനൗൺസ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള PK ഹംസാക്കയായിരുന്നു. അദ്ദേഹത്തിന് ഇന്നാണ് നമ്മോട് ചില പ്രയാസങ്ങൾ പറഞ്ഞത്, യാത്രയ്ക്ക് പ്രയാസമുണ്ടെന്ന്. ഇന്നലെയാണ് നമ്മുടെ MK മുനീർ മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ട MK മുനീറും നമ്മോട് ലീവ് പറഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാം അഭാവത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം എന്തുകൊണ്ടും നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം, നല്ലൊരു എഴുത്തുകാരനും ഒരു മതേതരവാദിയും കൂടിയായിട്ടുള്ള പ്രിയ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള രാമണി സാറാണ്. അദ്ദേഹത്തെ ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൽ പങ്കെടുത്ത് ഞങ്ങൾ കുറച്ച് കലാകാരന്മാരെ പഴയകാലത്ത് സംഗീതത്തിനും മറ്റു മേഖലയ്ക്കും അവരുടെ ജീവിതം അർപ്പിച്ച കുറച്ച് വ്യക്തികളെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതിനെല്ലാം ആദരവിന് അർഹരായിട്ടുള്ളവരെ ഇവരെ പിന്നീട് പരിചയപ്പെടുത്തും. എൻ്റെ ഡ്യൂട്ടി അവർക്ക് സ്വാഗതം പറയാനുള്ളതുകൊണ്ട് അവർക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാരത്തിൻ്റെ കൂടെ ഞങ്ങൾ അവർക്ക് ഒരു ക്യാഷ് അവാർഡ് നൽകുന്നുണ്ട്. അതിവിടെ സമർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമതി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള AP നസീമയാണ്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ അഭാവത്തിൽ അവർക്ക് സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ അവരെ കൂടെ ആ ഉപഹാരം സമർപ്പിക്കുന്നത് ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ഞങ്ങളുടെ ഈ സംഘടനയുടെ ചെയർമാൻ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും എല്ലാ മേഖലയിലും ഒരു അത്താണിയായി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള ഞങ്ങളുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കീഴടത്ത് ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിന് ആർത്തവമായി സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് അറിയിച്ചിട്ടുള്ള നമ്മുടെ മുത്തുകോയ തന്നെ
ആസാദ് ഗോൾഡിൻ്റെ MD കൂടിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം പറയുന്നു. കൂടെ എക്സ്പ്രസ് മാളിൻ്റെ MD കൂടിയായിട്ടുള്ള ഷാഫി അജി കീഴടത്ത് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരള മാപ്പിള കലാകാരനിയുടെ ഉപദേശ സമിതി കൺവീനർ കൂടിയായിട്ടുള്ള പ്രശസ്ത ഗായകൻ കൂടിയായിട്ടുള്ള ഫിറോസ് ബാബു സാർ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള നമ്മുടെ KP കുട്ടി വാക്കാട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നാരായണകുട്ടി അദ്ദേഹത്തെയും സുബൈദ കൂട്ടായി അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു സംഘാടകരായിട്ടുള്ള ഫൈസൽ കങ്കണം, ഷാഫി സബ്ക, ഷെരീഫ് കൂട്ടായി, മഷൂദ് CMT, അതുപോലെ തന്നെ നമ്മുടെ ചേംബറിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാവാക്ക, അതുപോലെ തന്നെ സേൽറ്റിയാക്ക, മറ്റേ അസീസ് മാങ്ങുന്ന്, നാസിക്ക് ബീരാഞ്ചിറ, ഷെയ്ൻ മംഗലം, അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഭാരവാഹികളുള്ള എല്ലാവർക്കും, മഷൂദ് പോലത്തെ എല്ലാവർക്കും ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം സമയം നമ്മുടെ ബഹുമാനപ്പെട്ട ഗഫൂർ ലില്ലീസ് അദ്ദേഹത്തിനെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അസ്മാ കൂട്ടായി, നമ്മുടെ റഷ്യായിട്ടുള്ള ഷെരീഫ് മാസ്റ്റർ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് CMT ഫൈസലിനോട് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു അയ്യൂബ് ആലിക്കൽ. സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലയിലെ പ്രമുഖനും നല്ലൊരു കലാകാരനുമായ KMKയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ CMT ഫൈസൽ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. ഈ ചടങ്ങ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ അദ്ദേഹത്തെ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെയധികം ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ ഇന്ന് കൊണ്ടുപിടിക്കുന്നത്. കാരണം പല തവണയായി വിവിധ കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി മാറ്റിവെക്കേണ്ടി വന്നു. എന്തുകൊണ്ടും അത് നല്ലൊരു ജനപങ്കാളിത്തത്തോടു കൂടി ഇങ്ങനെയൊരു നിറഞ്ഞ സദസ്സിലൂടെ ഞങ്ങൾക്ക് ഈ ഒരു കേരള മാപ്പിള കലാ അക്കാദമിയുടെ തിരൂർ ചാപ്റ്ററിനെ ഈ നാട്ടിലെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങളത് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ 22 വർഷമായിട്ട് കേരള മാപ്പിള കലാ അക്കാദമി ഇവിടെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിലുണ്ട്. അതിൽ തന്നെ പല ചാപ്റ്ററുകളായും പല പ്രാദേശിക ചാപ്റ്ററുകളായിട്ടും ഇന്ന് ഈ ഒരു കേരള മാപ്പിള കലാ അക്കാദമി വ്യാപിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബഹുമാനീയനായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് A.K. മുസ്തഫ സാഹിബിലൂടെയുണ്ട്. അദ്ദേഹം ഈ കേരള മാപ്പിള കലാ അക്കാദമിയെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് ഒരു പരിചയപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരള മാപ്പിള കലാ അക്കാദമി തിരൂർ ചാപ്റ്റർ ഇതിൽ ഈ ഒരു സംഘടനയിൽ ഇനി ആരെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ മുൻവശത്തുള്ള കൗണ്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു പരിപാടി ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാസത്തിലും ഇതേപോലുള്ള ഓരോ ചെറിയ മെഹഫിലുകൾ സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിലെ ആരും അറിയപ്പെടാതിരിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. അവരെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു യത്നം കൂടി ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആയതിനാൽ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു സംഘടനയുമായി മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ബന്ധപ്പെടണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു പരിപാടി
വിഷൻ പെയ്ത്ത് എന്നുള്ള ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനനായ പ്രശസ്ത എഴുത്തുകാരൻ KP രാമനുണ്ണി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. പ്രശസ്തി പത്രങ്ങളും സമർപ്പിക്കുന്ന മഹത്തരമായ നിമിഷങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പ്രശസ്ത ഗാനരചയിതാവും നാടകകൃത്തുമായ KP കുട്ടി വാക്കാടിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച റംസാനിലുള്ളൊരു രാത്രി, സിനിമാ നടൻ കലാഭവൻ മണി പാടിയ തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പൻ മീശ തുടങ്ങിയ ഹിറ്റ് പാട്ടുകളുടെ കവന പ്രതിഭ ശ്രീ KP കുട്ടി വാക്കാടിന് സ്നേഹാദരം നൽകുന്നു ശ്രീ KP രാമനുണ്ണി. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ KP കുട്ടി വാക്കാടിനെ ഇശൽപെയ്ത്തിന്റെ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ ആദ്യമായി ഹാർമോണിയം വായിച്ച് പാടി ജനഹൃദയങ്ങൾ സ്തുതി ചേർത്ത വെട്ടത്ത് നാടിൻ്റെ അഭിമാനം കലാകാരി സുബൈദ കൂട്ടായിയാണ്. 1000ഓളം വേദികളെ പുളകം കൊള്ളിച്ച കലാകാരി സുബൈദ കൂട്ടായിയെ കലാരചന സാമൂഹിക ലോകത്തെ സംഭാവനകൾക്കുള്ള KMK 2023 പ്രശസ്തി പത്രത്തിൻ്റെ വിതരണമാണ് അടുത്തത്. ശ്രീ ഫിറോസ് ബാബു. അരനൂറ്റാണ്ടിലേറെയായി കുട്ടി പാട്ടുകാരനായിരുന്നത്, കുട്ടി പട്ടുമാലുകാരനായി സംഗീത രംഗത്ത് പാടിയും പറഞ്ഞും താളമിട്ടും എണ്ണമറ്റ വേദികളെ അവിസ്മരണമാക്കിയതോടൊപ്പം അനശ്വര സംഗീത പാരമ്പര്യത്തിൻ്റെ സർവ്വമേഖലയിലും സ്പർശിക്കുവാൻ ഭാഗ്യം ചോദിച്ച പ്രഗത്ഭ കലാകാരനാണ് ശ്രീ ഫിറോസ് ബാബു. ഹിന്ദിയും ഗസലും ബാബുക്കയും റഫീ സാബും SPBയും തുടങ്ങി തിരൂരിൻ്റെ ഫിറോസ് ബാബുവിനെ വഴങ്ങാത്തതായി ഒന്നുമില്ല. ചെറിയ കാലയളവിനുള്ളിൽ എണ്ണമറ്റ അംഗീകാരങ്ങൾക്ക് അർഹനായ ഫിറോസ് ബാബുവിൻ്റെ എക്കാലത്തെയും ഹിറ്റുകളായി മാറിയ യാ റസൂലുള്ള, പോതിന പുഞ്ചിരി തുടങ്ങിയ പാട്ടുകൾക്കൊപ്പം ഒട്ടനവധി മലയാള തനിമയുള്ള ഗാനങ്ങളും ഇദ്ദേഹം സഭ നൽകി ആലപിച്ചു. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി പരിപാടികൾ അവതരിപ്പിച്ചു വരുന്ന ഫിറോസ് ബാബു കേരള സർക്കാരിൻ്റെ ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവും കലോത്സവം റിയാലിറ്റി ഷോ തുടങ്ങിയ വിധി നിർണ്ണയ ശ്രേണിയിലെ സ്ഥിരം സാന്നിധ്യവുമാണ്. സംഘടന മുതിർന്ന രക്ഷാധികാരിയായ ശ്രീ ഫിറോസ് ബാബുവിനെ കേരള മാപ്പിളക്കല അക്കാദമി പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. ആദരവ് നൽകുന്നത് ശ്രീ KP രാമനുണ്ണി. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഫിറോസ് ബാബുവിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി. സാമൂഹ്യ സേവനത്തിന്റെ പര്യായമായി നാടിന്റെ കാരുണ്യ മേഖലയുടെ കാവലാളായി കലയും സംഗീതവും നെഞ്ചോട് ചേർത്ത ജനാബ് ഇബ്രാഹിം ഹാജി ഗ്രാമഫോൺ കാലത്ത് കൂടി കിടന്ന് ഓർമ്മകളിൽ നിന്ന് കലാലോകത്തെ പാട്ടുവിവരങ്ങളെ നിലയ്ക്കാത്ത ഉറവയായി പുതുതലമുറയ്ക്ക് മുമ്പിൽ പഴയകാല പാട്ടുലോകം തുറന്നിട്ട് കൊടുക്കുന്ന അപൂർവം പ്രതിഭകളിൽ ഒരാളാണ്. സംഘടനയുടെ നട്ടെല്ലായ ഇബ്രാഹിം ഹാജിക്ക് കേരള മാപ്പിളക്കല അക്കാദമി പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഈടത്തിൽ ഇബ്രാഹിം ഹാജി ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ശ്രീ KP അബൂ കെൻസ എന്ന ഫൈസൽ കന്നൻ. പൈതൃകത്തിൽ പൊതിഞ്ഞ് പാട്ടുകൾ കെട്ടി മാപ്പിളപ്പാട്ടിന്റെ തൂലികയിൽ മാളിയേക്കൽ അബൂ കെൻസ എന്ന ഫൈസൽ കന്മനം പുതുമയാർന്ന രചനാശൈലിയിൽ കൈരളിയുടെ ഇശൽവട്ടത്തിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറി. നിമിഷ കവി കൂടിയായ ഫൈസലിന്റെ പാട്ട് കോർവുകൾ പ്രശംസനീയമാണ്. മാപ്പിളപ്പാട്ട് രംഗത്തെ കാവ്യ സംഗീത സാഹിത്യ ചരിത്രം, പാട്ട് പറച്ചിൽ, ഗവേഷണം, ശില്പശാല, സംഘാടനം, അക്കാദമി, കവി അരങ്ങുകൾ, ക്യാമ്പുകൾ, മറ്റും തിളക്കമാർന്ന ഇടപെടലുകൾ എന്നിവ നടത്തിയതിനും ചെറിയ പ്രായത്തിൽ തന്നെ അനശ്വര സംഗീതജ്ഞൻ ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ ഈശൻ രത്ന പുരസ്കാരം തുടങ്ങി ഒട്ടനവധി അംഗീകാരങ്ങൾക്ക് അർഹമായതിനാലും സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ ശ്രീ ഫൈസൽ കന്മനത്തിനെ
കേരള മാപ്പിളകല അക്കാദമി പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അബു കെൻസ എന്ന ഫൈസൽ കന്മനം. പ്രശസ്തി പത്രം നൽകുന്നത് ശ്രീ KP രാമൻ സാർ. ശ്രീമതി അസ്മ കൂട്ടായി. സംഗീത രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാട്ടുകാരിയാണ് അസ്മ കൂട്ടായി. തനിമയാർന്ന ശബ്ദമാധുര്യം ആയിരക്കണക്കിന് ആസ്വാദകരെ ആവേശം കൊള്ളിച്ചു. മാപ്പിള പാട്ടുകൾ, ഗസലുകൾ തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ പാടിയ ഈ പ്രതിഭ ആലാപന രംഗത്ത് തൻ്റെതായ ശൈലി രൂപപ്പെടുത്തിയ അർപ്പണ സന്നദ്ധയായ കലാകാരിയാണ്. ശാരീരിക അവശതകൾക്കിടയിലും സംഗീത രംഗത്ത് ജനപ്രിയ ഗായികയായി പാട്ടുമധുരം സമ്മാനിക്കുന്ന തിരൂരിന്റെ സ്വന്തം അസ്മ സെവന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പാട്ടിന്റെ പൂങ്കുയിലിന് കേരള മാപ്പിളകല അക്കാദമി പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. അസ്മ കൂട്ടായി ആദരവ് ഏറ്റുവാങ്ങുവാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ശ്രീ KP രാമൻ സാർ. അടുത്തത് മുഖ്യ അതിഥി ശ്രീ KP രാമൻ സാറിന് ഞങ്ങളുടെ സ്നേഹോപഹാരം സമർപ്പിക്കുന്ന ചടങ്ങാണ്. KP രാമൻ സാറിന് സംഘടനയുടെ ഷാഫി സബ്ക സ്നേഹോപഹാരം നൽകിയാണ് ഞങ്ങളുടെ എളിയ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി KP രാമൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ഷാഫി സബ്ക. അടുത്തതായി ശ്രീ ഷാഫി കുന്നത്തിന് ഞങ്ങളുടെ സ്നേഹോപകാരം നൽകുകയാണ്. ഞങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററാണ് ശ്രീ ഷാഫി കുന്നത്ത്. അദ്ദേഹത്തിനും ശ്രീ KP രാമൻ സാർ ആദരവ് നൽകുന്നു. അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയെ ആശംസാ പ്രസംഗങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ശില്പത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിനായി KMKയുടെ വർക്കിംഗ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ AK മുസ്തഫയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കേരള മാപ്പിളകല അക്കാദമിയുടെ തിരൂർ ചാപ്റ്ററിൽ നിന്നും സംഘടിപ്പിക്കപ്പെട്ട വിഷൽ പീക്കിൻ്റെ മനോഹരമായി സദസ്സിനെ ധന്യമാക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയങ്കരനായ അധ്യക്ഷൻ സുഹൃത്ത് CMT ഫൈസൽ, ഈ സാംസ്കാരിക സദസ്സ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രഗത്ഭനായ കഥാകാരൻ, മലയാളത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട KP രാമനുണ്ണി, ഈ ചടങ്ങിനെ പ്രൗഢമാക്കുന്ന ബഹുമാന്യരായ കേരള മാപ്പിളകല അക്കാദമി തിരൂർ ചാപ്റ്ററിൻ്റെ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, പ്രിയങ്കരനായ അയ്യൂബ് ആദിക്കൽ, ഫിറോസ് ബാബു, പ്രിയപ്പെട്ട ഷാഫി സബ്ക, സമദ് അടക്കമുള്ള പ്രിയപ്പെട്ട ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങളൊക്കെ ഇശല് പെയ്ത്തിറങ്ങുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ്. ഇവിടെ നടക്കുന്നതും ഇശൽ പെയ്ത്താണ് വരാൻ പോകുന്നത്. അതിനു മുമ്പിൽ ഒരുപാട് പറഞ്ഞ് ഒരു പ്രസംഗം എന്ന് പറയുന്നത് അധിക പ്രസംഗമായി മാറുമോ എന്ന ഭയപ്പാടുമുണ്ട്. ഞാൻ ഈ സംഘടനയുടെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഇതിന് ഈ പ്രൗഢമായ പരിപാടി സംഘടിപ്പിച്ച തിരൂർ ചാപ്റ്ററിനെ
മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുക. കാരണം കേരള മാപ്പിള കലാ അക്കാദമിയുടെ ചരിത്രരേഖകളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് സുൽത്താൻ ബത്തേരിയിൽ ഇതുപോലുള്ളൊരു വലിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 5000-ൽ പരം ആളുകൾ തടിച്ചുകൂടിയ ഒരു ജനാവലിയെ ഒരു അവാർഡ് ദാനത്തിനെത്തിയത് മഹാനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹം ആ സദസ്സിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണെങ്കിലും സദസ്സിന്റെ സമാപന ചടങ്ങ് എന്ന് പറയുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ അവസാനം വരെ ഇരുന്നു. ഒരു പാട്ട് ആരംഭിക്കുമ്പോഴാണ് തങ്ങൾ ഞാനൊന്ന് പോയാലോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചില ഓർമ്മകളൊക്കെ ഇങ്ങനെയുള്ള സദസ്സുകൾ കാണുമ്പോൾ നമ്മുടെ ഓർമ്മയുടെ താളുകളിൽ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോൾ വരികയാണ്. ഇത്രയും പ്രൗഢമായി തിരൂർ ചാപ്റ്റർ ഇങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ ഇത് സംസ്ഥാന കമ്മിറ്റിയെ പോലും ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇത്ര മനോഹരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട KP രാമൻ നിസാർ ഇവിടെ പറഞ്ഞു മാപ്പിളക്കല അക്കാദമിയെ കുറിച്ച്. 2001 ഏപ്രിൽ മാസം കേരള മാപ്പിളക്കല അക്കാദമി രൂപപ്പെട്ടത് ഞങ്ങളുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ജനാബ് PH അബ്ദുള്ള മാസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം തന്നെ പ്രസിഡന്റ്. ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ കലാ മേഖലകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒന്ന് കാല് തെന്നി വീണുപോയി മാഷ്. ഓട്ടത്തിനിടയിൽ 10 വർഷം മുമ്പ് ദുബൈയിലെ ഒരു വലിയ ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഒന്ന് കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ഒന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് ഇരുട്ടാണ് തോന്നിയത്. എങ്ങനെയോ തപ്പിത്തടഞ്ഞ് ഫോണിന്റെ റിസീവർ എടുത്തപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന മലയാളി കുട്ടി പറഞ്ഞു, അവിടെ ഓടി വന്ന് എങ്ങനെയൊക്കെയോ അവൻ അകത്തേക്ക് കടക്കാൻ, നമ്മുടെ നാട് പോലെയല്ലല്ലോ ദുബായിലൊക്കെ, പ്രത്യേകമായി നമ്മുടെ നാട്ടിലെ ജനവാതിൽ പോലെയല്ലല്ലോ, അവനെങ്ങനെ അതിനുള്ളിലേക്ക് കടക്കാനുള്ള വഴി അറിയാം. അവന് കടന്നു നോക്കിയപ്പോൾ മാഷിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇരുട്ട് തോന്നിയത്. അതല്ലാതെ അവിടെ കരണ്ട് പോയതോ പവർ കട്ടോ ഒന്നുമല്ല. ഒരുപാട് ചികിത്സ നടത്തി കാര്യങ്ങൾ കഴിഞ്ഞു പോയി. ഈ 6 വർഷം മുമ്പ് മാഷിന്റെ 2 വൃത്തിയും നഷ്ടപ്പെട്ടു. ഒരു ദിവസം 5 നേരം ഡയാലിസ് ചെയ്തുകൊണ്ടാണ് കേരള മാപ്പിളക്കല അക്കാദമിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. നാളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ യോഗം അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. കാരണം കോഴിക്കോട് 1 മാസം മുമ്പ് ചേർന്ന യോഗത്തിൽ അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞു. എത്തി. 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് പോകണം, കാരണം 12 മണിയായാൽ എൻ്റെ ഡയാലിസിന്റെ സമയമാണെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂർ ഇരുന്ന് യോഗത്തിൽ പങ്കെടുത്ത് തിരിഞ്ഞു പോയത് ബഹുമാന്യനായ ഫിറോസ് ബാബുവിനെ നന്നായിട്ട് അറിയാമോ. അങ്ങനെയുള്ള പ്രസിഡന്റ് 22 കൊല്ലത്തിലധികമായി ഈ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ സമ്മേളനത്തിന്റെ ക്യാപ്ഷനാണ്, ഒരു ചെറിയ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് തിരൂർ ചാപ്റ്ററിന്റെ സുഹൃത്തുക്കൾ ഇവിടെ അത് മാനവ മൈത്രി എന്നാക്കിയത്. മാനവികതയ്ക്കൊരു സ്പർശം എന്ന ക്യാപ്ഷനോട് കൂടിയാണ് 2001 കേരള മാപ്പിളക്കല അക്കാദമി ആരംഭം കുറിച്ചത്. ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലകളിൽ കമ്മിറ്റിയും 6 ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇപ്പോൾ 2 ആഴ്ചയായി ലക്ഷദ്വീപിലും അതിന്റെ ആരംഭം ഞങ്ങൾ കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കമ്മിറ്റി രൂപാന്തരപ്പെടാൻ പോവുകയാണ്. 73 ചാപ്റ്ററുകൾ, ഈ തിരൂർ ചാപ്റ്റർ പോലെ 73 ചാപ്റ്ററുകൾ കൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഈ കാലഘട്ടത്തിൽ 136 കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാരെ ഓരോ വർഷവും തെരഞ്ഞെടുത്ത് സംസ്ഥാന കമ്മിറ്റി ആദരിച്ചു പോന്നപ്പോൾ തിരൂർ ചാപ്റ്റർ പോലെ തൊട്ടടുത്തുള്ള തിരൂരങ്ങാടിയിലെയും മലപ്പുറത്തെയും മഞ്ചേരിയിലെയും ചാപ്റ്ററുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാധനരായ പ്രമുഖരെ സമൂഹത്തിന് മുമ്പിൽ അവരെ ഇന്നലകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരാരായിരുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അവരെ ആദരിക്കപ്പെടുകയാണ്. അതിലൊരുപാട് പ്രമുഖരായ കലാകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, ജീവകാരുണ്യ പ്രവർത്തകന്മാർ, ആരോഗ്യരംഗത്തെ പ്രവർത്തകന്മാർ ഒക്കെ ഉണ്ട്. അങ്ങനെ 354ഓളം പേര് ഈ സമയത്തിനുള്ളിൽ കേരള മാപ്പിളക്കല അക്കാദമി ആദരിച്ചു. ആദരവ് മാത്രമല്ല, ഞങ്ങൾ ആരംഭിച്ച കാലം തൊട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ മേഖലയിൽ മറ്റൊരു കാര്യമാണ്
ഇടയ്ക്ക് വീണു പോകുന്ന സഹോദരന്മാരെ ഒന്ന് കൈപിടിച്ച് താങ്ങായി നിൽക്കുക എന്നത്. ഞാൻ ഓർക്കുകയാ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ ഒരു സദസ്സിൽ മണ്ണാർക്കാട് ചാപ്റ്ററിൽ പരിപാടി നടന്നു. അവിടെ കുറച്ചുപേരെ ആദരിച്ചു. ബാപ്പുവള്ളിപ്പറമ്പും ഫസീലത്തെയൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തൊട്ടടുത്തൊരു ചാപ്റ്ററുണ്ട്, കരിങ്കല്ലത്താണി. മലപ്പുറം ജില്ലയുടെ ഒരു അതിരാണ് താഴേക്കോട്, അതിൻ്റെ അപ്പുറത്തെ കരിങ്കല്ലത്താണി. ആ ചാപ്റ്ററിലെ ഒരു നല്ല സുഹൃത്ത്, നല്ല കലാകാരൻ, പക്ഷെ പാവപ്പെട്ട കുടുംബത്തിലെ ചെറുപ്പക്കാരൻ. ഒരു വലിയ അസുഖം വന്ന് പിടിപെട്ടപ്പോൾ താങ്ങാനൊരാളില്ല, പക്ഷേ നന്നായി പാടാനും കലയെ സ്നേഹിക്കാനും കഴിയുന്ന ചെറുപ്പക്കാരൻ. അവന് വേണ്ടി മാപ്പിളക്കര അക്കാദമി ഒരു ദിവസം ഒരു വാഹനത്തിൽ തബലയും ഹാർമോണിയൊക്കെ വെച്ചു. അക്കാദമിയുടെ മാത്രം കലാകാരന്മാരൊന്നും ഇരുന്ന് ആ വാഹനത്തിൽ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഒന്ന് ഇങ്ങനെ കറങ്ങി ആവശ്യം മാത്രം അവരോട് പറഞ്ഞ് 4 പാട്ട് പാടി തിരിച്ചു വന്നപ്പോൾ 1,04,000 രൂപ ഞങ്ങൾ സ്വരൂപിച്ചു. ആ ചാപ്റ്ററിലെ കുട്ടികൾ അത് നേരെ കൊടുത്തത് പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരനാണ്. കേരളത്തിന്റെ പ്രഗത്ഭനായ ഒരു കഥാകാരനെ അവിടെ കൊണ്ടുവന്ന അദ്ദേഹത്തെ കൊണ്ടാണ് അത് കൊടുപ്പിച്ചത്. അടുത്ത കാലത്താണ് കണ്ണൂരിലെ ഒരു സുഹൃത്ത് ഹാർമോണിയം വായിച്ച് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലിന് ചെറിയ തളർച്ച പറ്റുന്നു വീണു. വല്ലാത്ത വേദന. ഞങ്ങളുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഫൈസലും അയ്യൂബൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഹാർമോണിയം വിൽക്കാൻ പോവുകയാണ്. ആശുപത്രി ചെലവിന് കാര്യമായിട്ട് കയ്യിലൊന്നുമില്ല, ഇതിന് ഇത്ര കിട്ടും. അദ്ദേഹം പറഞ്ഞൊരു സംഖ്യ 25,000 രൂപയാണ്. ആ മനുഷ്യന്റെ വിലയായി ഞങ്ങൾ അതിനെ കണക്കാക്കി. വല്ലാത്ത വേദന തോന്നിയപ്പോൾ അതൊന്നും നിങ്ങൾ വിൽക്കരുത് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആശുപത്രിക്ക് ആവശ്യമായ ചെലവിന് ആവശ്യമായ തുക കേരള മാപ്പിളക്കര അക്കാദമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ച് ഞങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് ഇന്നലെ ഒരുപാട് പാടിയവർ, സംഗീത ഉപകരണം ഒരുപാട് വായിച്ചവർ, പക്ഷെ ഒന്ന് വീണ് പോകുമ്പോൾ താങ്ങാൻ ആളുകളില്ലാതെ അവരുടെ പാട്ടുകൾ കേട്ട് നമ്മൾ താളം പിടിച്ചിട്ടുണ്ട്. അവരുടെ മനോഹരമായ രചനകൾ കേട്ട് നമ്മൾ അതിന് ഒരുപാട് കൈയടിച്ചിട്ടുണ്ട്. അവരുടെ ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കാർക്കും അറിയുന്നില്ല. അങ്ങനെയുള്ളവരെ തേടി പിടിച്ചു അവർക്ക് വേണ്ടത് എന്താണോ എന്ന് ചോദിച്ചാൽ ഒരു നേരത്തെ മരുന്നിനുള്ള തുകയാണെങ്കിൽ പോലും കേരള മാപ്പിളക്കര അക്കാദമിയുടെ സംസ്ഥാന ചാരിറ്റി വിംഗ് പ്രവർത്തനം തുടങ്ങി. ശാഖാതലങ്ങളിലുള്ള ചാരിറ്റി പ്രവർത്തനം അടക്കമുള്ള പ്രവർത്തകൻ ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള മാപ്പിളക്കര അക്കാദമി മുന്നോട്ട് നീങ്ങുന്നത് എന്നുകൂടി നിങ്ങൾ അറിയിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മറ്റൊന്ന്, പുതിയ തലമുറയിലെ വളർന്നു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കലാപ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളിലും ശില്പശാലകൾ വെക്കുകയാണ്. ആ ശില്പശാല സംസ്ഥാന തലത്തിൽ തന്നെ കോഴിക്കോട് നിന്ന് ആരംഭിച്ചു. ഇപ്പോൾ അത് പാലക്കാട് വല്ലപ്പുഴയിലും മഞ്ചേരിയിലും മോങ്ങത്തും കാസർഗോഡും പേരാമ്പ്രയിലും വടകരയിലും ഒക്കെ ആയി ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശില്പശാലകൾ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് പ്രതിഭാധനരായ ആളുകൾ അതിൽ നിന്ന് വളർന്നു വരികയാണ്. പാട്ടുകാര്, എഴുത്തുകാര്, കവികൾ, ഒരുപാട് ആളുകൾ. അത് മാപ്പിള പാട്ട് മാത്രമല്ല, അതിൽ ദഫുമുട്ടുണ്ട്, കോൽക്കളിയുണ്ട്, അറബനമുട്ടുണ്ട്, ചീനിമുട്ടുമായി ബന്ധപ്പെട്ടവരുണ്ട്, മാപ്പിളപ്പാട്ടിന്റെ രചയിതാക്കളുണ്ട്. ഓരോ മേഖലയിലും ഇതാണ് കേരള മാപ്പിളക്കര അക്കാദമിയുടെ ലക്ഷ്യവുമായി ഈ കേരളത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘടന എന്ന നിലയ്ക്ക് ചിരൂർ ചാപ്റ്റർ ഇവിടെ ഇശൽപെയ്ത്ത് നടത്തുമ്പോൾ നമ്മൾ പാട്ട് കേട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ സംഘടന എന്താണ്, ഇവരാരാണ്, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ചെറിയ ഉള്ളിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നലകളിൽ നമ്മളിൽ നിന്ന് അകന്നുപോയ ഒരുപാട് മഹാന്മാരായ ആളുകൾ ചെയ്തു വെച്ച ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇവിടെ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് പ്രിയപ്പെട്ട രാമൻ നിസാർ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചെറ്റുമായി പരീക്കുട്ടി സാഹിബും, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുണ്ടപ്പുറ ഉണ്ണി മുഹമ്മദും, അതോടൊപ്പം തന്നെ പുലിക്കോട്ടിലെ ഐദർ സാഹിബിന്റെയും ഒക്കെ മനോഹരമായ വരികൾ ഇന്നും നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്നതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഒരു സമൂഹത്തിനിടയിൽ വർത്തമാനകാലത്ത് ചില മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ ചില വരികൾക്ക് സാധിക്കും എന്നതാണ് നമ്മൾ ഓർക്കുന്നത്. ഒന്നായിരുന്നു ഒരു കാലത്ത് 1950-കൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമായിരുന്നു സ്ത്രീധനം എന്ന് പറയുന്നത്. ഈ സ്ത്രീധനത്തിന്റെ പൊല്ലാപ്പ് കൊണ്ട് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു പ്രയാസം നേരിട്ട സാഹചര്യത്തിൽ ഒരുപാട് പ്രസംഗം, മതപ്രസംഗന്മാർ തൊട്ട് പണ്ഡിതന്മാർ തൊട്ട് എല്ലാവരും തുടങ്ങി സ്ത്രീധനത്തിനെതിരെ. അപ്പോഴാണ് മലബാറിൽ പ്രിയപ്പെട്ട KG സത്താർക്കയുടെ 4 വരികൾ വരുന്ന 5 മിനിറ്റ് കൊണ്ട് 5 മണിക്കൂർ പറഞ്ഞാൽ പോലും
കഴിയാത്ത അത്ര ആശയം അകത്തേക്ക് മനുഷ്യരെ അനുവാചക ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം അത് കൊടുത്തു. പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ സ്ത്രീധന മുമ്പിൽ വെച്ചോ, പൊൻപണ്ടം വേണ്ടതെല്ലാം മുമ്പിൽ കരുതിക്കോ, ഉന്നത തറവാട്ടുകാരനെന്ന സമ്മതി നേടിക്കോ. പെണ്ണിനൊരു മാപ്പിള കിട്ടണമെങ്കിൽ ഉന്നത തറവാട്ടുകാരനാവണം, വേണ്ട സ്ത്രീധനം സമ്പത്തും കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന വരികൾ വന്നപ്പോൾ സ്ത്രീധനം ചോദിക്കുക എന്ന് പറയുന്നത് പോലും ഒരു വല്ലാത്ത മോശപ്പെട്ട കാര്യമായി നമ്മുടെ മനുഷ്യ സമൂഹത്തിനിടയിലേക്ക് ആഴ്ന്നിറങ്ങാൻ KG സത്തർക്കയുടെ 2 വരികൾക്ക് സാധിച്ചുവെങ്കിൽ കലകൾക്ക് അങ്ങനെ ചില ഗുണങ്ങൾ കൂടി ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മാറാട് കലാപത്തിന്റെ സാഹചര്യത്തിൽ മാപ്പിളക്കല അക്കാദമി ചെയ്ത സേവനത്തെ കുറിച്ച്, കൊടുങ്ങല്ലൂരിലെ ഒരു വലിയ പ്രശ്നം നടന്നപ്പോൾ മാപ്പിളക്കല അക്കാദമി ചെയ്ത സേവനങ്ങളെ കുറിച്ചൊക്കെ രാമനുണ്ണി സാർ ഇവിടെ പറഞ്ഞു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ PH അബ്ദുള്ള മാഷി എല്ലാ സദസ്സുകൾക്കും സമ്മാനിക്കുന്ന ഒരു 4 വരികളുണ്ട്. അദ്ദേഹം തന്നെ ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണിത്. ആ വരികൾ പ്രധാനമായും എല്ലാവരെയും ഒരുമിപ്പിച്ചു നിർത്തുക. മാനവികതയ്ക്ക് സ്പർശം എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം കണ്ടത് നമ്മൾ ഒരുവരാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ രക്തത്തിന്റെ നിറം, നമ്മുടെ വായു, നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളവും ഒക്കെ ഒന്നാണ് എന്ന ഒരു കൺസെപ്റ്റാണല്ലോ നമുക്കുള്ളത്. പക്ഷെ അദ്ദേഹം എഴുതി ഇങ്ങനെ: അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി മണ്ണിതിനല്ലേ, മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ, മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. നിസ്കാര തഴമ്പിന്റെ നന്മയേറും നാട്ടില് എന്ന് പറയുന്ന നിസ്കാര തഴമ്പും ചന്ദനപ്പൊട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അദ്ദേഹം ഗാന്ധിജിയെയും മൗലാന മുഹമ്മദിനെയും അവർ തേര് തെളിയിച്ച നന്മയുടെ പാതയും പറഞ്ഞുകൊണ്ടാണ് അതിന്റെ വരികൾ അവസാനിക്കുന്നത്. ഞാൻ പറയുന്നത് പാടിപ്പോയാൽ ഒരുപാട് സമയം ഇനിയും നിങ്ങളുടെ കവർന്നെടുക്കും എന്നതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഒരു കാര്യം മാത്രം, എല്ലാവർക്കും നന്മ നേരുന്നു, ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയങ്ങളുടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സെഷൻ 5 മിനിറ്റുകളിലായി പര്യവസാനിക്കും. അത് കഴിഞ്ഞാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന അതിഗംഭീരമായ പോരാട്ട മത്സരത്തിൽ ഒപ്പനയ്ക്കും അവരുടെ വട്ടപ്പാട്ടിനും ഏകദേശം കരസ്ഥമാക്കിയ കുട്ടികളുടെ മിന്നുന്ന പ്രകടനം നമ്മുടെ ഈ വേദിയിൽ അരങ്ങേറും. അത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇസൽപേത്ത് വേദിയിൽ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ വേദിയിലൂടെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയെ ആദരിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് തൻ്റെതായ ഒരു ഇടം കണ്ടെത്തിക്കൊണ്ട് ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയെടുത്ത് തിരൂരിൻ്റെ പ്രിയങ്കരൻ വിദേശത്തും സ്വദേശത്തും നിരവധി വ്യവസായ സംരംഭങ്ങൾ നടത്തിക്കൊണ്ട് നിരവധി കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന പ്രിയപ്പെട്ട സംരംഭകൻ ശ്രീ AAK മാളിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ AAK മുസ്തഫ നിറഞ്ഞ കൈയിലൂടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് സർവീശ്വരൻ എല്ലാവിധ നന്മകൾക്കും അദ്ദേഹത്തിന് വാരിക്കോരി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രീ KP തിരൂരിൽ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരിക്കുന്ന AAK മാളിന്റെ മാനേജിംഗ് ഡയറക്ടർ, സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യം ശ്രീ AAK മുസ്തഫയെ ഞങ്ങൾ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങേക്കുള്ള ആദരവ് നൽകുന്നത് ശ്രീ KP രാമനുണ്ണി. താങ്ക് യു. താങ്ക് യു സർ. കേരള മാപ്പിളക്കല അക്കാദമി ആരംഭിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനം മലയാളത്തിന്റെ സ്വന്തം സാഹിത്യകാരൻ ശ്രീ KP രാമനുണ്ണി സർ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അയ്യൂബ് ആലിക്കൽ നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. പ്രോഗ്രാം തുടങ്ങേണ്ടതുണ്ട് എന്നതുകൊണ്ട് വളരെ സ്പീഡിലാണ് നമ്മുടെ
ഈ വേദിയിലെ ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ചുരുങ്ങിയ വാക്കുകളിലൂടെ ഇനി രണ്ടുപേർ കൂടി നമുക്ക് ആശംസകൾ നേരും. അതിനായി ശ്രീ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ ആദ്യം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയാണ് ശ്രീ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട നമ്മുടെ അതിഥി ശ്രീ രാമനന്ദി സാർ, ഇപ്പോൾ നമ്മുടെ ആധാരം ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് AK മുസ്തഫ, ബഹുമാനപ്പെട്ട AK മുസ്തഫ, നമ്മുടെ തിരൂരിൻ്റെ കലാകാരൻ കൂടിയായ പ്രിയപ്പെട്ട ബാബു സാഹിത്യമായി, ഒരുപാട് പേരുണ്ട്. പാവക്കാട് നർസി ഗഫൂർക്കിയിൽ എൻ്റെ കലാകാരന്മാരും എൻ്റെ സഹപ്രവർത്തകരുമായ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളിരിക്കുന്നതൊക്കെ നമ്മളൊരു പരിപാടി വെച്ച് അതിൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് ഏകദേശം അരമണിക്കൂറായി. അപ്പോൾ ഇനി നമ്മൾ കുറേ നേരം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഒന്ന് രണ്ട് വാക്കുകൾ, കാരണം ഈ മാപ്പിളപ്പാട്ട് ഈ രംഗത്ത് നമ്മുടെ കേരള മാപ്പിള കലാ അക്കാദമി കുറച്ച് ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനുമായി ബന്ധപ്പെടുന്നത്. പക്ഷെ അവർക്ക് അറിയില്ല ഞാനൊരു കലാകാരനാണെന്നുള്ളത്. 78 കാലങ്ങളിൽ ഞാനൊരു മൈക്കസെറ്റ് ഓപ്പറേറ്ററാണ്. ഇവിടെ അത് അറിയാവുന്ന പ്രിയപ്പെട്ട എൻ്റെ സാറ്റിവായി മാത്രമേ ഉള്ളൂ, കുഞ്ഞിൻ്റെ മോഡൽ സൗണ്ടിൽ. അപ്പം അങ്ങനെയുള്ള ഒരു കല നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിമനോഹരമായ മാപ്പിളപ്പാട്ട് വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ പൂർവികരായ നമ്മുടെ മരണപ്പെട്ടു പോയ കലാകാരന്മാർ, അവരുടെ ആ സ്ഫുടതയാർന്ന വാക്കുകൾ, വരികൾ അത് മനോഹരമായി ആലപിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും നമ്മളെ കൂടില്ല. അപ്പോൾ അവരൊക്കെ സ്മരിക്കുക. അങ്ങനെ ഒരു സംവിധാനമാണ് ഞാൻ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ, എൻ്റെ പാർട്ണർ കൂടിയായ ആസാദ് ഗോൾഡിൻ്റെ MD-നോട് പറഞ്ഞത്. അത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പിന്നീട് കൊറോണ വന്നത്. അപ്പോൾ ഇവിടെ പാടുന്ന പാട്ടുകളൊക്കെ അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അത് പ്രിയപ്പെട്ട അഷറഫ് സാഹിബ്, നമ്മുടെ തൈനേരി സാഹിബിൻ്റെ പിന്നെ മകനാണ് നമുക്ക്. അതേപോലെ തന്നെ കലാകാരന്മാർ അസമക്കോടുണ്ട്. പഴയ പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ. പ്രിയങ്കരായ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ അഭിമാനമായ AV മുഹമ്മദ് കുട്ടി സാഹിബ്, KT മുഹമ്മദ് യാക്ക, അതേമാതിരി KS ഉണ്ട്, പിന്നെ ആബിദ റഹ്മാൻ ചാവക്കാട്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പള്ളിക്കൽ മൊയ്തീൻ സാഹിബ്, അഹദായ റബ്ബിനിയെ എന്നൊക്കെ പാട്ട് വളരെ അതിമനോഹരമായി പാടിയ ആളുകൾ. അതുപോലെ തന്നെ പഞ്ചാബ് പൈങ്കേളി, ഈ പുതു നാരി, കേസ് മമ്മൂട്ടിയാക്ക, എന്തെല്ലാം പാട്ടാണ്. അതിനൊക്കെ വരികളൊന്നും ചിന്തിക്കണം. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ എരഞ്ഞോളി മൂസക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അതിമനോഹരമായ പാട്ടുകൾ പാടിയ വ്യക്തിയാണ്. വളരെ ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉള്ള വോയിസാണ്. മക്കാവല്ലിത് ഞാൻ പോയി കണ്ണുടന്നൊരു ചായ മക്കാരി കിടക്കും കാലം മക്കിപ്പ് അത്തറ പൂശി ചുറുചുറുമാലും വീശി നിൽക്കുന്നതാണെന്നെ പോലെ പണ്ട് പാട്ട് പോലെ വലിയ ഹമ്മിങ്ങുള്ള പാട്ടാണ്. ഇതൊക്കെ പോയിട്ട് നമ്മളെ ഫിറോസ് ബാബു കുട്ടിയാണ്. ഞാനൊക്കെ മൈക്കസെറ്റ് പഠിക്കുമ്പോൾ കുട്ടിയാണ്. ഇപ്പം ആ നമ്മളെ തിരൂരിൻ്റെ അഭിമാനമാണ്. കാരണം അദ്ദേഹം യാ റസൂലുള്ള എന്ന് പറഞ്ഞിട്ടില്ലേ വലിയൊരു പാട്ട് അദ്ദേഹം പാടിയില്ലേ. പ്രിയപ്പെട്ട യേശുദാസ് ഒക്കെ അംഗീകരിച്ച വലിയൊരു പാട്ടാണ്. അതാണ് നമ്മളെ തിരൂരിൻ്റെ അഭിമാനമാണ്. ഇവിടെ ഉണ്ട്, പുറത്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്ക് മറന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ KG സത്താർക്കാരെ നാട്ടിലെ പിന്നെ പറഞ്ഞു. അതുപോലെ പ്രിയപ്പെട്ട പിന്നെ പള്ളിക്കൽ കുഞ്ഞി സാഹിബ്, യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനാം യൂസുഫ് വരവായി, മെയിൽ ആൻഡ് ഫീമെയിലിൽ പാടിയ ആളാണ് റഹ്മാൻ ഓർക്കാട്ടി സാഹിബ്. അതുപോലെ തന്നെ പിന്നെ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു കോവിലൊക്കെ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേട്ടാൽ മതി വരാത്ത മാപ്പിളപ്പാട്ടുകൾ പാടിയ ഒരുപാട് മഹാന്മാരുണ്ട്. അവരൊക്കെ സ്മരിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. സാമൂഹ്യ നന്മയ്ക്കുതകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് അത് പ്രാവർത്തികമാക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമ
തിരൂർ നഗരസഭയുടെ ഊർജ്ജസ്വലയായ ചെയർപേഴ്സൺ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി AP നസീമ, കേരള മാപ്പിളക്കല അക്കാദമി തിരൂർ ചാപ്റ്ററിൻ്റെ പ്രൗഢമായ വേദിയിലേക്ക് ചെയർപേഴ്സന് സ്നേഹസ്വാഗതം. ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിനായി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി AP നസീമയെ സ്നേഹാദരങ്ങളോടെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ നമ്മളൊക്കെ മാപ്പിളപ്പാട്ട് കേൾക്കാൻ വേണ്ടി കൊതിച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ഈ വാക്കുകൾ എപ്പോഴും കേൾക്കുന്നില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും. അടുത്തതായി ഈ ചടങ്ങിൽ ആശംസിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് അസഫ് ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹവും ചടങ്ങിന് ആശംസകൾ നേർന്നതായിരിക്കുന്നു. ഈ ചടങ്ങിനെ നന്ദി പ്രകാശിക്കുന്നതിനായി KMKയുടെ ട്രഷറർ ശ്രീ PV സമദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടി അതിൻ്റെ ആദ്യ സെഷനാണ് ഇവിടെ സമാപിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടന സെഷനിൽ എത്തിച്ചേർന്ന ഞങ്ങളുടെ ഇലക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സാഹിത്യകാരൻ KP രാമൻ സാറിനും മറ്റു വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമേ നമ്മുടെ ഈ വേദി നടപ്പിലാക്കുന്ന പരിപാടി നമ്മുടെ കഴിഞ്ഞ മാസം 7-ാം തീയതി കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ, സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടി നമ്മുടെ നാടിന് അഭിമാനമായി മാറിയ ആലത്തിയൂർ കുഞ്ഞുമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ മിടുക്കികൾ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അവതരിപ്പിച്ച ഒപ്പനയാണ്. ആ ഒപ്പനയോടുകൂടിയാണ് നമ്മുടെ ശില്പത്തിന് ഇവിടെ സമാരംഭം കുറിക്കുന്നത്. ഒരിക്കലൂടി ഈ പരിപാടികൾ സജീവമായിട്ട് ആദ്യാവസാനം ഉണ്ടാവണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.